ഹലോ ഗായ്സ്, അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബുക്ക് ഉണ്ടാക്കാൻ പോണേ. ഇനി കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ഇനി ലെവലാക്കണം. അപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ലെവലാക്കണം ഞാൻ വിചാരിച്ചു. ഇത്രയും നേരം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് ഞാൻ എന്താ ഒറ്റ വേഗത്തിൽ തന്നെ മുറിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്കെയിൽ എടുത്തത്. കാണുന്നത് അപ്പോഴത്തേക്കും വേഗം മുറിക്കില്ല. പിന്നെ ഒന്നിപ്പം വലുത് ഒന്ന് ചെറുതുള്ളായിപ്പോയി. അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതില്ലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഗൈസ് പ്ലാൻ മാറ്റി. ബുക്കിന് പകരം പാറ്റേൺ ബുക്ക് ആക്കിയ ഗൈസ്. ഞാൻ ഓരോ പേജിനും ഡിസൈൻ പോലെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ കട്ടർ കൊണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് എല്ലാം പേജ് പഞ്ച് ചെയ്തിട്ടുണ്ട്. കാണാം എല്ലാം ഒരേ ലെവലിലൊന്നുമില്ല, ഏതെല്ലാം ഭാഗത്താണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഡിസൈൻ കൊടുക്കാം ഗൈസ്. നമുക്ക് എന്താണ് ഗ്ലിസറിൻ സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുക്കാം ഗൈസ്. ഹോം മെയ്ഡ് ഗ്ലിസറിൻ സ്റ്റിക്കേഴ്സ് എന്തൊട്ടിച്ച് കൊടുക്കും. ഈ ഒരു ക്യൂട്ട് ബണ്ണി ഗ്ലിസറിൻ സ്റ്റിക്കേഴ്സ് ആക്കാം. ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. ഇടുമ്പോൾ നല്ല തിളങ്ങുന്ന പോലെ ഉണ്ട് ഗൈസ്. പശ വെച്ച് പഠിക്കാം. ഇങ്ങനെ ഫസ്റ്റ് പേജ് ക്യൂട്ട് ഇനിയിപ്പോൾ മാറ്റണോ? മാറ്റണോ? എന്തൊരു ചിന്തയാണ് കേസ്. ഇതിന് കുറച്ച് ഡെക്കറേഷൻസ് കൊടുക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് നോട്ട്ബുക്ക് തന്നെ ആക്കി എടുക്കാൻ വിചാരിച്ചു ഗൈസ്. ഇങ്ങനെയാണ് എൻ്റെ ബുക്കുള്ളത്. ഇപ്പം കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ മനസ്സിലായത് എല്ലോ ഭാഗത്താണ്. ബാക്കത്ത് നോക്കി ഏതെല്ലോ സൈഡിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണാൻ ചേട്ടാ.